ഇന്ന് ചലഞ്ചിന്റെ രണ്ടാമത്തെ ദിവസമാണ്. ഇവനാണ് നമ്മുടെ മെയിൻ വർക്കൗട്ട് ഒന്നും ചെയ്യുന്നില്ല ഇവിടെ. ഇപ്പം തന്നെ അഞ്ച് വാമ്പ് പിള്ളേരെല്ലാവരും എന്ത് ചെയ്യും, 5 റൗണ്ട് ജോഗിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, എക്സസൈസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. എപ്പോഴും നമ്മൾ വർക്കൗട്ടിന് മുന്നേ നന്നായി വാമ്പ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് ഇഞ്ചുറി വരാൻ ചാൻസ് കൂടുതലാണ്. ഇന്ന് നമുക്ക് സ്ട്രെങ്ത് വർക്കൗട്ടാണ് നമ്മൾ ചെയ്യിപ്പിക്കുന്നത്. എൻ്റെ ഇടയ്ക്ക് ഒരുത്തൻ്റെ ബർത്ത്ഡേ ഉണ്ടെന്ന് പറഞ്ഞു. ചിലവ് കിട്ടിയില്ലെങ്കിൽ വർക്കൗട്ട് തന്നെ ചെയ്യില്ല എന്ന് പറയുന്ന ടീമുകളാണ്. ഇവർക്ക് പറ്റുന്ന പോലുള്ള സ്ട്രെങ്ത് എക്സസൈസുകളാണ് നമ്മൾ എപ്പോഴും ആഡ് ചെയ്ത് കൊടുക്കാറ്. മീൻസ് അത് എന്നാലാണ് ഇവർക്ക് ഇഞ്ചുറി ഇല്ലാണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ലോഡാക്കി ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് കുറേ ദിവസം നമുക്ക് ഇതിൽ വർക്കൗട്ട് ഒരു മാക്സിമം നന്നായി ചെയ്യാൻ നോക്കും. ഇപ്പോഴും ഇവർ കുറച്ച് വേണമെന്നും താല്പര്യമുള്ള പിള്ളേരുകളാണ്. ആണെങ്കിൽ ക്രിക്കറ്റ് കളി അതിൻ്റെ ഒരു സൈഡിൽ നടക്കുന്നുണ്ട്. പിന്നെ ഇവർ പറഞ്ഞ മഴവില്ലൊക്കെ കാണാറുണ്ട്. ഞാൻ നേരിട്ട് നോക്കിയപ്പോൾ കണ്ടായിരുന്നു, ഫോണിൽ നോക്കിയപ്പോൾ കാണാനും ഇല്ല. ഇപ്പോൾ എവിടെ പോയാവും. അത് സ്ട്രെങ്ത് കഴിഞ്ഞ് നമ്മളൊരു സ്പീഡ് വർക്കൗട്ട് ചെയ്യിപ്പിക്കാനായിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടാണ്. 30 ആണ് നമ്മൾ ചെയ്യിപ്പിക്കുന്നത്. ഇപ്പം സ്ട്രെങ്ത് വർക്കൗട്ട് ചെയ്തിട്ട് ചെറിയതായിട്ടുള്ള സ്പീഡ് വർക്കൗട്ട് നമ്മൾ ചെയ്യണം നല്ലതാണ്. നമ്മുടെ മസിലിനെ ആക്റ്റീവ് ആക്കി നിർത്തുന്നത് വെച്ച് കഴിഞ്ഞാൽ മസിൽ സ്പീഡാക്കാൻ ഫ്ലെക്സിബിലിറ്റി വരാനൊക്കെ കുറച്ചുകൂടി നല്ലതാണ് നമുക്ക് സ്പീഡ് ചെയ്യണത് സ്ട്രെങ്ത് വർക്കൗട്ട് കഴിഞ്ഞിട്ട്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ വർക്കൗട്ട് ചെയ്യിപ്പിച്ച് കഴിഞ്ഞിട്ട് എന്തായാലും 5 റൗണ്ട് ജോയിങ് ഉണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഈ വർക്കൗട്ടിന് ഉടായ്പ് കാണിച്ച് നടക്കുന്ന ടീമുകളും ഉണ്ട്. പക്ഷെ എന്തൊക്കെയാണെങ്കിലും വർക്കൗട്ട് കുറച്ച് ദിവസമൊക്കെ ഉടായ്പ് കാണിച്ചാലും ഒരു ആത്മാർത്ഥതയുള്ള പിള്ളേരുകളാണ്. പക്ഷെ ഇവൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇവരാരും ഓടില്ല എന്ന് പറഞ്ഞതാ. എന്തൊക്കെ പറഞ്ഞാലും ചെക്കൻ ഓടി തുടങ്ങി, പക്ഷെ 1 റൗണ്ട് ഓടിയുള്ളെന്ന് മാത്രം. എന്താ പറ്റിയോ അവന്? എന്നാലും ബാക്കിയുള്ള പിള്ളേരൊക്കെ ഓടി തീർത്തു. ഇതിൻ്റെ ഇടയ്ക്ക് കണ്ട സ്ട്രെച്ചിങ് എന്ന് പറഞ്ഞിട്ട് ഉടായ്പ് അടിച്ച് നിൽക്കുകയാണ്. ഇതൊക്കെ കഴിഞ്ഞാൽ വർക്കൗട്ട് കഴിഞ്ഞിട്ട് ഇവർ കണ്ട സ്ട്രെങ്ത് വർക്കൗട്ടും അതുപോലെ കോർ വർക്കൗട്ടും ഇവർ മാക്സിമം നന്നായി ചെയ്യാറുണ്ട്, സ്ട്രെച്ചിങ്ങും കാര്യങ്ങളും. കാരണം നമ്മൾ ഇഞ്ചുറി ഇല്ലാണ്ടിരിക്കാൻ സ്ട്രെച്ചിങ് പ്രോപ്പറായിട്ട് ചെയ്യണം. പിന്നെ വെള്ളം കുടിക്കുന്നത് വളരെയധികം നല്ലതാണ്.